കുവൈറ്റിലെ ദുരന്തത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട പന്തളം മുടിയോർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ 11-ന് വീട്ടിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ആകാശ് ശശിധരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിന്നവരുടെയെല്ലാം കണ്ണിനെ ഈറനണിയിക്കുന്ന നൊമ്പര കാഴ്ചകളായിരുന്നു പന്തളം മുടിയൂർക്കോണത്തെ വീട്ടുവളപ്പിൽ കാണാനായത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീടിനോട് ചേർന്ന സ്ഥലത്താണ് സംസ്കരിച്ചത്. സഹോദരിയുടെ മക്കളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മന്ത്രി സജി ചെറിയാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ആന്റണി MP തുടങ്ങി സാമൂഹ്യ മത സാംസ്കാരിക മേഖലകളിലെ അനവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി അടൂർ RDO V ജയമോഹൻ അന്തിമോപചാരം അർപ്പിച്ചു. അപകടത്തിൽ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ആകാശിന്റെ മൃതദേഹം. അതിനാൽ തന്നെ മൃതദേഹത്തിന്റെ മുഖം കാണിക്കാതിരുന്നത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇരട്ടി നൊമ്പരമായി. ആകാശിന്റെ 4-ാം വയസ്സിൽ അച്ഛൻ മരണപ്പെട്ടതാണ്. പിന്നീട് അമ്മ മെഡിക്കൽ ഷോപ്പിലെ ജോലി കൊണ്ടാണ് ആകാശിനെയും സഹോദരിയെയും വളർത്തിയത്. പഠനം കഴിഞ്ഞ് 8 വർഷം മുൻപാണ് കുവൈത്തിലേക്ക് ജോലിക്ക് പോയത്. ഇതിനിടയിൽ സഹോദരിയുടെ വിവാഹം നടത്തുകയും വീടിന്റെ 1-ാം നില പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അവസാനമായി 1.5 വർഷം മുൻപാണ് ആകാശ് നാട്ടിൽ വന്ന് മടങ്ങിയത്. അടുത്ത ഓണത്തിന് നാട്ടിൽ വരാനിരിക്കവെയാണ് അപ്രതീക്ഷിതമായി ആകാശിനെ മരണം തേടിയെത്തിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.